നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനപ്രതിനിധികൾക്ക് കിട്ടുന്ന ചില പ്രിവിലേജുകൾ കാണുമ്പോൾ ഇത് എന്ത് തരം ജനാധിപത്യമാണ് എന്ന് ആശ്ചര്യപ്പെട്ടു പോകുന്നു. എന്താണ് കാര്യമെന്നല്ലേ, ഇന്ന് കണ്ടൊരു പത്രവാർത്തയാണ്. നോക്കൂ, കമലാ വിജയൻ്റെ ചികിത്സയ്ക്ക് 2.69 ലക്ഷം അനുവദിച്ചു എന്നതാണ് ആ വാർത്തയുടെ തലവാചകം. 2.69 ലക്ഷം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യ കമലാ വിജയൻ്റെ ചികിത്സാ ചെലവുകൾക്കായി 2,69,434 രൂപ അനുവദിച്ചു. പൊതുഭരണ വകുപ്പിൻ്റേതാണ് അനുമതി. ഉത്തരവ് 24/7/2023 മുതൽ 2/8/2023 വരെയുള്ള കാലയളവിൽ ചികിത്സയ്ക്ക് ചിലവായ തുകയിൽ അനുവദനീയമായ പണമാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കേവലം ദിവസങ്ങൾ മാത്രം, ഒരു മാസം പോലും നീണ്ടുനിന്ന ചികിത്സയല്ല, കേവലം ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് 2,69,000 രൂപയോളം ചിലവഴിച്ചിരിക്കുന്നത്. ഇതിൽ രസകരമായിട്ടുള്ളൊരു സംഗതി, ഇത്രയും പണമുണ്ടായിരുന്നെങ്കിൽ ഏതാണ്ട് 168 പേർക്ക് 1,600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാമായിരുന്നു. അത്ര തത്തുല്യമായിട്ടുള്ള ഒരു തുകയാണ് ഇതിലേക്ക് വിനിയോഗിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു എങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിയായിരുന്നു എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയൊക്കെ ആയിരുന്നെങ്കിൽ, ഇനി പോട്ടെ ഏതെങ്കിലും MP-യോ MLA ഒക്കെ ആണെങ്കിലും നമുക്കത് പറയാമായിരുന്നു. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, പൊതുപ്രവർത്തനം നടത്തി ഒരു പദവിയിലിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ചിലവായ തുക ജനങ്ങളുടെ പണം എടുത്തു കൊടുക്കുന്നു എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെയാണ് ഒട്ടും യോജിക്കാൻ പറ്റാത്തത്. അവരുടെ ബന്ധുക്കളുടെ ചികിത്സാ ചെലവ് കൂടി സർക്കാർ അഥവാ ജനങ്ങൾ വഹിക്കണം എന്ന രീതി ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഒരു ജനാധിപത്യ രീതി മറ്റേതെങ്കിലും ജനാധിപത്യ രാജ്യങ്ങളിലുണ്ടോ എന്നതും കൂടി പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ അറിവിൽ ഇല്ല, എനിക്കറിയില്ല. ഇനി നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. മുഖ്യമന്ത്രി പിണറായി വിജയന് ചികിത്സാർത്ഥം അമേരിക്കയിൽ പോയതും അവിടെ ചികിത്സ നടത്തിയതും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചതും ഒക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖമുള്ളതായോ ഇത്ര ഭാരിച്ച തുക ചിലവ് വരുന്ന ചികിത്സ നടത്തിയതായോ നമുക്കറിയില്ല. ഈ പണം അനുവദിച്ച കാര്യം പത്രവാർത്തയിലൂടെ അറിയുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു കാര്യം നടന്നത് തന്നെ നമ്മൾ അറിയുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ചില പ്രിവിലേജുകൾ ഇവർക്ക് മാത്രം കിട്ടുന്നതിൻ്റെ കാര്യം. ഇത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊരു സൈഡിൽ കേവലം ഒരു മാസം കിട്ടേണ്ട 1,600 രൂപ എന്ന തുച്ഛമായിട്ടുള്ള തുക പോലും കിട്ടാതെ, ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ആഹാരത്തിനോ പോലും വഴിയില്ലാതെ ചട്ടിയുമായിട്ട് പിച്ചയെടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന മറിയക്കുട്ടിമാരും റോഡിന് നടുവിൽ കസേരയിട്ട് പ്രതിഷേധിക്കുന്ന പൊന്നമ്മമാരെയും കണ്ട് വളരുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് മറു സൈഡിൽ കൂടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തിയുടെ ഭാര്യയ്ക്ക് നമ്മൾ ആരും കേട്ടിട്ട് പോലുമില്ലാത്ത ചികിത്സയ്ക്കായിട്ട് ഇത്രയേറെ പണം ചിലവഴിച്ച ഒരു വാർത്ത വരുമ്പോൾ ആശ്ചര്യം തോന്നിപ്പോകുന്നത്. നമ്മളിത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് സ്വയം ചിന്തിച്ചു പോകും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.